അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ അദ്ദേഹം ഒരു സീനിയർ ലീഡറായതുകൊണ്ട് ഞാൻ മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷേ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നതാണ് UDF നേതൃത്വം ആഗ്രഹിക്കുന്നത്. ചർച്ച കൊണ്ട് നടക്കും തീർച്ചയായും വരട്ടെ. അതായത് ബാലകൃഷ്ണപിള്ള പറഞ്ഞത് 13 കോഴിക്കോട് വെച്ച് സ്വന്തം നിലയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ UDF ഒരു തീർക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് സ്വന്തം നിലയിൽ കോഴിക്കോട് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പം യാത്ര കഴിയാതെ എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയല്ല. അഞ്ചാമത്തെ പ്രശ്നമൊക്കെ ഇത്ര സിമ്പിളായിട്ട് പരിഹരിച്ച ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടായി ജില്ലയിൽ CPM ശക്തിയെന്നുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നില്ല. അതേസമയം ലീഗ് പ്രബലമായ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ കാര്യത്തിൽ കാസർഗോഡ് CPM നേതൃത്വത്തോട് നമ്മുടെ നേതാക്കന്മാരോട് ഔദ്യോഗികമായിട്ടല്ല, അല്ലാതെ ഞാൻ അനൗദ്യോഗികമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവരോടും പറഞ്ഞു, അവരും ഇക്കാര്യത്തിൽ ഒരു നല്ല നിലപാടാണ്. ഇവിടെ ഒരു സന്തോഷകരമായ കാര്യം, ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നല്ല നിലപാടാണ്. CPM-ന്റെ ഞാൻ രാഷ്ട്രീയം കാണുന്നത് CPM തന്നെ ഇപ്പോൾ 2 ജാഥ നടത്തും. വളരെ സ്വാഗതകരമായ കാര്യം, നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിനോട് ഞാൻ ഇന്നലെ അവരെന്നോട് പറഞ്ഞു, അവരും ചില പരിപാടികൾ ഇതിനു വേണ്ടിയിട്ട് നടത്താൻ ശ്രമിക്കുന്നതാണ്. അവരെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പാർട്ടികളും ഇപ്പം BJP നടത്തുന്നു, നല്ല കാര്യമാണ്. എല്ലാ CPI നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഇനി അവർ നടത്തുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്തരം ഒരു അറ്റ്മോസ്ഫിയർ ജില്ലയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മളങ്ങനെ ഇന്നാണ് കുറ്റം എല്ലാം അങ്ങനെ പറഞ്ഞ ഒരു ഇതാക്കണ്ട. ഈ ഒരു സംഭവം ഉണ്ടായ സംഭവം ഇനി കൂടുതൽ ആളെപ്പെടാതെ അത് മുളയിലെ നുള്ളാനുള്ള നടപടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ശുഭസൂചകമായ കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. എവിടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആര് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ അത് പ്രശ്നം സങ്കീർണമാക്കാനെ സഹായിക്കും. പ്രശ്നം പരിഹരിക്കത്തക്ക നിലയിൽ എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഇതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളത്. അത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വം ആ സമയത്തിനകത്ത് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യം. ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൽ CPM-ഉം CPI-യും മുസ്ലിം ലീഗും BJP-യും എല്ലാവരും ആ ഒരു നല്ല മനോഭാവം കാണിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ആളിക്കത്താതിരിക്കാൻ സഹായിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസവും സംതൃപ്തിയുമാണ്. ഇവിടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇവിടെ ഒരു പ്രത്യേക പോലീസ് സംവിധാനം വേണം. ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കൊടുത്താണ് സർക്കാർ. ആ റിപ്പോർട്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ട് ഒരുപാട് കാലം, പക്ഷെ അതിപ്പോൾ ഒരു ഫ്രീസറിലായാലും അതിനെക്കുറിച്ചൊരു നടപടിയൊന്നുമില്ല. ഇവിടെ എപ്പോഴും പറഞ്ഞ ഈ പോലീസിന്റെ കുറവിന്റെ കാര്യം പറഞ്ഞു. അതിനിപ്പോൾ ഇപ്പോഴും ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് ഇപ്പോൾ അതേ കാര്യങ്ങൾ സംസാരിച്ചതാണ്. യാത്ര കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം അതിന് വേണ്ട നടപടികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുന്നത് ശരിയല്ല. ഈ ജാഥയുടെ ആദ്യ ദിവസം കണ്ടപ്പോൾ അത് ജാഥയുടെ ഒരു ലക്ഷ്യം പറഞ്ഞത് CPM-നെതിരെയുള്ള ഒരു പ്രചാരണമായി മാറുന്നത് സംശയം ഇല്ല, ആ സംശയം വേണ്ട. പിന്നെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അവർ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ആനുകാലികമായ ഹിംസയ്ക്കെതിരായിട്ടും അഹിംസയ്ക്കെതിരായ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനവിടെ ജാഥയുടെ അനുബന്ധമായി പ്രസംഗിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ അല്ലാണ്ട് അങ്ങനെ ഒരു അക്കാര്യത്തിൽ ഞാൻ വളരെ ശരിയായ നിലയിൽ തന്നെ പറയുകയാണ്. ഒരു പാർട്ടിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ അല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ തയ്യാറാണ്. അങ്ങനെ ചെയ്യില്ല. കാരണം ഇതിൻ്റെ ആ ലക്ഷ്യമാണ്. പിന്നെ സ്വാഭാവികമായും ഈ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പരാമർശ വിഷയമാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ കണ്ട ദേശാഭിമാനി റിപ്പോർട്ട് ഇന്ന് കണ്ട, അത് ശരിയല്ല. ആ റിപ്പോർട്ട് അങ്ങനെ കൊടുക്കരുത്. അത് നമ്മളിത് പൊളിറ്റിക്കൽ സ്കോർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അത് ജാഥയുടെ ക്യാപ്റ്റൻ സംസാരിക്കുന്നത് നിങ്ങൾ കണക്കില്ല. മറ്റുള്ള ആളുകളെ കൊടുക്കുന്നെങ്കിലൊക്കെ ഇതിനോട് സംസാരിക്കുന്നത് അല്ലാതെ ശ്രദ്ധിച്ചോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോ. തീർച്ചയായും ഈ ജാഥയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതല്ല. പക്ഷെ സ്വാഭാവികമായിട്ട്
ഹിംസയുടെ പ്രശ്നമൊക്കെ വരുന്ന കൊലപാതക രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരും. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യം. ഈ കാസർഗോഡ് ജില്ലയിൽ പ്രസിഡന്റ് ഭാഗത്ത് വലിയ ഇടപെടൽ ആവശ്യം. ഇന്നലെ മുഖ്യമന്ത്രി വന്നു. സർക്കാരിന്റെ മതിൽ പോകുന്നതിനാണ് നടന്നില്ല. മുഖ്യമന്ത്രി ഇന്നലെ വരുന്ന അവർ കാണുമ്പോൾ പറഞ്ഞിരുന്നു പ്രഖ്യാപനം നടന്നില്ല. പ്രസിഡന്റ് ഭാഗത്ത് വലിയ ഇടപെടൽ ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും ആ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ഏറ്റവും സജീവമായി സർക്കാരിന്റെ ശ്രദ്ധയിൽ. അത് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ചാർജ് എടുത്ത ശേഷം ഏറ്റവും ആവശ്യമുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഇനിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എൻഡോസൾഫാന്റെ കാര്യത്തിൽ ശക്തമായ ഇടപെടലുണ്ടാകും. അതിന് ഗവൺമെന്റിനെ ഞങ്ങൾ നിർബന്ധിക്കും. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു പോയതുകൊണ്ടാണ് പിന്നെ പറയാത്തത്. ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികൾക്കും ഞാൻ കത്തയച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക് പാക്കേജിനെ പറ്റിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അത് ഗവൺമെന്റിനെ സമർപ്പിക്കാൻ ആലോചിക്കുകയാണ്. നിർദ്ദേശങ്ങൾ ഞാൻ MP B കരുണാകരൻ എഴുതിയിട്ടുണ്ട്. എല്ലാ MLA-മാർക്കും ഞാൻ എഴുതിയിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ കൂടി കിട്ടിയിട്ട് ഞാൻ 14-ാം തീയതി ഞാൻ നിങ്ങളെ തൃക്കരിപ്പൂരിൽ വെച്ച് കാണുന്നുണ്ട്. അവിടെ വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യും, ഫൈനലൈസ് ചെയ്ത് തരും. അത് സംസ്ഥാന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൊടുത്ത് കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാക്കേജ് നടപ്പാക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വികസനത്തിന് തടസ്സം നിൽക്കുന്നു UDF ആരോപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റി അവസാനം അങ്ങനെ UDF-നേതാക്കളെ കട്ടുകൊടുക്കും. KP കുമാരൻ നല്ല മന്ത്രിയാണ്. അല്ല, ജില്ലയുടെ വികസന പരിപാടികൾ ശ്രദ്ധിക്കുന്നില്ല. കുറെ കൂടി ശ്രദ്ധിക്കാൻ പറയാം. അങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇതിന് ഒരു പ്രധാനപ്പെട്ട ബൈലക്ഷൻ വരിക. അപ്പോൾ ഇതിന്റെ മലയാളത്തിൽ ചുറ്റാൻ പിടിക്കേണ്ട KPC പ്രസിഡന്റ് 5 ദിവസം കാസർഗോഡ് ജില്ലയിലുണ്ട്. അടുത്ത ഈ 17-ാം തീയതി വരെ കണ്ണൂരേക്ക് പോയി ഉപവാസം പ്രകടിപ്പിക്കുന്നു. ശരിക്കും പ്രസിഡന്റ് തീരുമാനിച്ചാണോ അവിടെ നിന്ന് മാറിയിക്കാനോ അതോ പാർട്ടി തീരുമാനമാണോ? അവിടെ എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ഈ ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നില്ല. എല്ലാ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്. എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നാൽ തന്നെ അവിടെയുണ്ട്. കാസർഗോഡ് ഇരിക്കുമ്പോഴും ഞാൻ നെയ്യാറ്റിങ്കര ഉണ്ടെന്ന് മനസ്സിലാക്കി. ജനസമ്പർക്ക പരിപാടിക്ക് ബദലായിട്ട് നടത്താന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ എല്ലാ